നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇത് ചരിത്രപരമായ നാണക്കേടാണ്. 76 റൺസിന് ഓൾ ഔട്ട് ആവുക, 125 റൺസിന് തോൽക്കുക. ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണിരിക്കുകയാണ് ടീം ഇന്ത്യ. ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് 20 ഓവറിൽ 7 വിക്കറ്റിന് 201 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 11.4 ഓവറുകളിൽ വെറും 76 റൺസിന് ഇന്ത്യൻ ടീം ഓൾ ഔട്ടായി. ഇത് ചരിത്രപരമായ പരാജയമാണ്. നോക്കുക, ഇതോടുകൂടി സംഭവിച്ചത് തുടർച്ചയായ 4ാമത്തെ T20 പരാജയമാണ്. അയർലൻഡ് പോയി 2 തോറ്റു. ഇവിടെ ഇംഗ്ലണ്ടിൽ ആദ്യ കളി മഴ ചെയ്തു പോയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം. 2ാമത്തെയും 3ാമത്തെയും കളികൾ പരാജയപ്പെട്ടിരിക്കുന്നു. ഇത് ബിഗ്ഗസ്റ്റ് ലോസ് ആണ്. ഇന്ത്യൻ T20 ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ തോൽവിയാണ്. 125 റൺസിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടാതെ നോക്കുക, ഇന്ത്യ ഇപ്പം 5 കൺസിക്യൂട്ടീവ് മാച്ചസ് T20 ഹിസ്റ്ററിയിൽ വിജയമില്ലാതെ കടന്നു പോകുന്നു. ഇത് ഫോർ ദി ഫസ്റ്റ് ടൈം എവറാണ്. ഇന്ത്യയുടെ പരാജയങ്ങളുടെ ഒരു മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ 100 റൺസിലധികം വരുന്ന ഒരു മാർജിനിൽ പരാജയപ്പെടുന്ന ആദ്യമായിട്ടാണ് 125 റൺസിൻ്റെ പരാജയം. ഇതിനു മുമ്പ് ഇന്ത്യ വലിയ മാർജിൻ പരാജയപ്പെട്ടത് 80 റൺസിന് ന്യൂസിലാൻഡിനോട് 2019 അതിനു മുമ്പുള്ളത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 76 റൺസിന് ഈ വർഷം പരാജയപ്പെട്ടതാണ്. പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ 2025 51 റൺസിന് പരാജയപ്പെട്ടതാണ്. അതൊന്നും കൂടാതെ 100ന് മുകളിൽ, അത് 125 റൺസിനുള്ള വളരെ വളരെ പരിതാപകരമായൊരു പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ കളിക്ക് ശേഷം പറഞ്ഞത് ഇറ്റ് വാസ് അട്രോഷ്യസ് എന്നാണ്. ലൂസിങ് ബൈ ദാറ്റ് മാർജിൻ ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ. വി ഹാവ് ടു ആക്സെപ്റ്റ് ദി ലോസ് ആൻഡ് ഗോ ബാക്ക് ടു ഡ്രോയിങ് റൂം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇത് വളരെ വളരെ നാണം കെട്ട ഒരു തോൽവിയായിപ്പോയി. ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് നിരയിൽ അവർക്ക് വേണ്ടി കിടിലൻ തുടക്കമാണ് ഇട്ടത്. ഫിൽസാൾട്ട് 44 പന്തിൽ 70 റൺസും ബട്ട്ലർ 21 പന്തിൽ 36 റൺസും അടിച്ചപ്പോൾ തന്നെ അവർ വേണ്ട റൺസൊക്കെ അടിച്ച് കഴിഞ്ഞിരുന്നു. പിന്നെ ആരി ബ്രൂക്ക് 16, ബെത്തൽ 13, സാം കറൻ അവസാനം മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തു. 24 പന്തിൽ നിന്ന് 41 റൺസ് അദ്ദേഹം അടിച്ചു. വിൽ ജാക്സ് 7 പന്തിൽ നിന്ന് 14 റൺസ്. അങ്ങനെ അവരുടെ സ്കോർ ബോർഡിൽ 201 റൺസ്. ഇന്ത്യ ആവട്ടെ തുടക്കം മുതൽ വിക്കറ്റുകൾ വീണുകൊണ്ടേയിരുന്നു. 2ാമത്തെ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ മടങ്ങി. ഇന്ത്യക്ക് വേണ്ടി 7 പന്തിൽ നിന്ന് 10 റൺസാണ് അഭിഷേക് ശർമ്മ അടിച്ചത്. 13 റൺസാണ് ഇന്ത്യൻ ഇന്നിങ്സിലെ ടോപ്പ് സ്കോർ വൈഭവ് സൂര്യവംശിയും ഇഷാൻ കിഷനും അടിച്ചത്. വൈഭവ് 5 പന്തുകൾ 2 സിക്സർ 13 റൺസ്. ആർച്ചറുടെ പന്തിൽ ബട്ട്ലർ പിടിച്ച് പുറത്തായി. ഇഷാൻ കിഷൻ 9 പന്തിൽ നിന്ന് 13 റൺസ്, ഒരു 4ഉം ഒരു 6ഉം. പിന്നെ ഉള്ളവരൊക്കെ നോക്കണം. അയ്യർ 5, പട്ടേൽ 10, തിലക് വർമ്മ 3, ഹർഷിത് റാണ 9, ശിവൻ ദ്യൂബ 2, ഹർഷ്ദീപ് സിംഗ് 4, വരുൺ ചക്രവർത്തി 5, പ്രിൻസ് യാദവ് 2 നോട്ട് ഔട്ട്. അങ്ങനെ ഇന്ത്യ വെറും 76 റൺസിന് 12 ഓവർ പോലും പൂർത്തിയാക്കാതെ ഓൾ ഔട്ട് ആവുന്ന കാഴ്ച. ആർച്ചർ 3 ഓവർ 29 റൺസിന് 3 വിക്കറ്റ് എടുത്തപ്പോൾ ടങ്ക് 4 ഓവർ 28 റൺസിന് 4 വിക്കറ്റ് എടുത്തു. വിൽ ജാക്സ് 2 ഓവർ 5 റൺസിന് 1 വിക്കറ്റും ആദിൽ റഷീദ് 2.4 ഓവറിൽ 14 റൺസിന് 2 വിക്കറ്റും എടുത്ത് ഇന്ത്യൻ ടീമിനെ ചുരുട്ടിക്കെട്ടി നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് ഉന്തിവിട്ടിരിക്കുകയാണ്, തള്ളിവിട്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് തിരികെ വരാൻ എന്ത് ചെയ്യും? കാത്തിരുന്ന് കാണാം. വീഡിയോ സാധിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്രിക്കറ്റ്.